ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2 ദിവസത്തെ ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗായിട്ട് ഞാൻ എടുത്തതായിരുന്നു. അപ്പം വൈകുന്നേരത്തെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് എടുത്തിട്ട് അന്ന് വൈകുന്നേരം വരെയൊക്കെ എടുക്കാമെന്ന്. പക്ഷേങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനെ വീഡിയോ എടുക്കുന്ന ആരും മറന്നുപോയി. അപ്പോൾ പിന്നെ അടുത്ത ദിവസത്തെ മോർണിംഗിലെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് പ്ലസ് മോർണിംഗ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഈ ഒരു വീഡിയോയ്ക്ക് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി, ഇപ്പോൾ 2 ആഴ്ചയോളമായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട്. ഇപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പനിയൊക്കെ ആയിട്ട് കിടപ്പായി പോയല്ലോ. അതിനൊക്കെ ശേഷം ഞങ്ങളത് വൈകുന്നേരം അപ്പോൾ ചിഞ്ചു കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചൊക്കെ ഇറങ്ങി. കേശപ്പൻ ഇന്ന് സ്കൂളിലൊക്കെ പോയി കേട്ടോ. ഒരാഴ്ചയ്ക്ക് ശേഷം കേശപ്പൻ ഇന്ന് സ്കൂളിലൊക്കെ പോയി. കുഴപ്പമൊന്നുമില്ല, ആൾക്ക് വലിയ മടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ഒരാഴ്ചയൊക്കെ പോകാതിരിക്കുമ്പോഴത്തേക്കിന് നല്ല മടിയൊക്കെ കാണുമെന്ന്. പക്ഷെ വലിയ മടിയൊന്നും ഇല്ലാണ്ട് അവൻ്റെ കൂട്ടുകാരൻ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞ് സ്കൂളിൽ പോകാനെ കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. അതുവരെയും ആ ഒരു മടിയിലൊക്കെ ഇരിക്കുമായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്ത ദിവസം സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. പിന്നെ രാവിലെ മരുന്നൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ സ്കൂളിലൊക്കെ പോയി വൈകുന്നേരത്തെ ഞങ്ങൾ ഈ അമ്പലത്തിലൊക്കെ വന്നു. അമ്പലത്തിലൊക്കെ വലിയ തിരക്കൊന്നുമില്ല, ഞങ്ങൾ ദീപാരാധന സമയത്തായിരുന്നു വന്നു കേട്ടോ. അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി പിന്നെ നേരെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് തന്നെയാണ്. അപ്പോൾ സമയം സത്യം പറഞ്ഞാൽ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസമൊക്കെ ഇങ്ങനെ എണീപ്പും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ എല്ലാം പതിയെ പതിയെ 6 മണി ആ സമയത്തൊക്കെ ആകത്തുള്ളൂ. ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഒരു മടിയൊക്കെ ഉണ്ട് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടൊക്കെ. മടിച്ചാലും കേശപ്പന് സ്കൂളിൽ പോയി തുടങ്ങിയോണ്ട് ഇനിയിപ്പോൾ വിട്ടല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്ന് പതിപോലെ കതക് തുറന്ന് വെളിയിലോട്ടൊക്കെ നോക്കി. ആ രാവിലത്തെ കതക് തുറക്കുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റും എല്ലാം കൂടെ ഉള്ള ഒരു കാലാവസ്ഥ നല്ലൊരു അടിപൊളി ഒരു ഫീലാണല്ലേ. അപ്പോൾ ഒരു മണി നേരമൊക്കെ നിന്ന് അതൊന്ന് ആസ്വദിച്ചു കേട്ടോ. പിന്നെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ചോറ് കൊടുത്തു വിടാന്നുണ്ടെങ്കിൽ ചോറും കാപ്പിയും എല്ലാം ആക്കണമല്ലോ. പിന്നെ അതുകൊണ്ട് കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ കുടിക്കുന്ന വെള്ളം തീർന്ന് സാധാരണ ഞാൻ വൈകുന്നേരത്ത് അങ്ങ് തിളപ്പിച്ച് വെക്കും. അതാകുമ്പോൾ രാവിലെ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ തണുത്തിരിക്കും. ഇന്നിപ്പം തിളപ്പിക്കാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് വെള്ളം തിളയ്ക്കാൻ വെച്ച്. ഇനി തണുപ്പിച്ചിട്ടൊക്കെ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ അതിനും വെച്ചിട്ട് മുട്ടയും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ആ ഒരു പ്ലാൻ അങ്ങ് മാറ്റി മുട്ടക്കറിയും ദോശയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദോശമാവൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ 2 ദിവസം ആയത്. അപ്പോൾ ഇന്ന് രാവിലത്തേക്കുള്ളതേ കാണുള്ളൂ. അപ്പോൾ അത് ഇന്നങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ അതിനി അവിടെ ഇരുന്നാലേ ചിലപ്പം ഇതായിപ്പോവും. അതുകൊണ്ട് ആദ്യമേ അതങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിയാണ് അരിയുന്നത് കേട്ടോ. പിന്നെ ഉള്ളി അരിയാൻ തുടങ്ങി. ഉള്ളി എടുത്ത് ഒരു ഉള്ളി കട്ട് ചെയ്തപ്പോഴത്തേന് കണ്ണ് നീറാൻ തുടങ്ങി കേട്ടോ. ചില ഉള്ളി നമ്മൾ കുറേ അരിഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെ കണ്ണ് നീറത്തൊന്നുമില്ലല്ലോ. ഇത് ഒരെണ്ണം എടുത്തപ്പോഴേ എനിക്ക് കരച്ചിൽ തുടങ്ങി കേട്ടോ. കുറേ എന്താ ഭയങ്കര എരിച്ചിൽ ഈ ഉള്ളി അങ്ങോട്ട് കേട്ടോ. ഞാൻ കണ്ണൊക്കെ അടച്ച് കരയുന്നൊക്കെ ഉണ്ട് അവിടെ നിന്നുകൊണ്ട് കേട്ടോ. അപ്പം ഉള്ളി അരിഞ്ഞ് ഇന്ന് രാവിലെ കുറേ കരഞ്ഞ് അങ്ങനെ നിന്നുകൊണ്ട് കേട്ടോ. എനിക്കങ്ങോട്ട് ദേഷ്യം വരുമായിരുന്നു. നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ അരിയുമ്പോൾ നീറുമ്പോഴേ സത്യം പറഞ്ഞാൽ ആരോടാണ് ദേഷ്യപ്പെടേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഒരുമാതിരി ദേഷ്യമൊക്കെ വരുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇന്ന് കരച്ചിൽ പ്രകസനമൊക്കെ കാണിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ കേശപ്പന് ഇടയ്ക്കൊന്ന് എണീറ്റൊക്കെ വന്നിട്ട് പിന്നെയും പോയി അങ്ങ് കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാമൊക്കെ ആയിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവൻ പോയി പിന്നെയും കിടന്നു. പിന്നെ അതേ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ട് കാപ്പിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പി ഇട്ട് കുടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാപ്പിക്ക് വെള്ളമൊക്കെ വെച്ച് വെള്ളവും കൂടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ തോന്നുന്നു നല്ല രസമുണ്ട് വന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാപ്പിക്ക് ഇതേ പഞ്ചസാരയൊക്കെ ഇട്ടു. ഇനി കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കാപ്പിയും കൂടെ ആക്കി വെച്ചിട്ട് കുക്കറിൽ തന്നെയാണല്ലോ നമ്മുടെ മുട്ടക്കറി വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ മുട്ട പുഴുങ്ങി മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുക്കർ എടുപ്പത്ത് ഒറ്റയൊരു കുക്കറിൽ തന്നെ ഞാൻ എല്ലാം വെക്കും കേട്ടോ. ഈ കുക്കർ കഴുകുന്നതൊക്കെ അറിയാമല്ലോ. പല പല കുക്കർ എടുത്തിട്ട് കഴിയുന്നതിലും നല്ല ഒരു കുക്കർ തന്നെ കഴുകി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഈ കുക്കർ എടുത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി നമ്മുടെ കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കുന്നത്. പിന്നെ ഇന്നത്തെ മുട്ടക്കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ ഈ വാലാകോല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നേ. അതിന് ടേസ്റ്റ് കൂടാൻ കാരണം എനിക്ക് തോന്നിയത് എന്താണെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു സാധനം ചേർക്കുന്നുണ്ട്, അതെന്താണെന്ന് അവസാനം പറയാം. അങ്ങനെ ഉള്ളിക്കകത്തോട്ട് ഇതേ പച്ചമുളകൊക്കെ കീറിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങ് അടച്ചങ്ങ് വെക്കും കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പൊടികളൊക്കെ അവസാനമേ ചേർക്കുന്നുള്ളേ. അപ്പോൾ ദേ കണ്ടോ, വഴട്ടുന്നൊന്നുമില്ല. ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെക്കും. പിന്നെ ഒരു 5-6 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് ഉള്ളി നല്ല വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകട്ടെ, 5-6 വിസിലും അടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ
പിന്നെ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തുണിയൊക്കെ നനച്ചു കേട്ടോ. അപ്പോൾ കുക്കർ അവിടെ ഇരുന്ന് അടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി തുണിയൊക്കെ നനച്ചു. ആ ഒരു വീഡിയോ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നില്ല. എപ്പോഴും തുണി നനയ്ക്കൊക്കെ കണ്ട് കണ്ട് ബോറടിക്കുന്നില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് കാപ്പിയൊക്കെ ദേ ചൂടോടെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേശപ്പനും ഞാനുമാണ് ഈ കാപ്പി കുടിക്കുന്നത് കേട്ടോ. ഇതിട്ട് വെച്ചാൽ അവനും കൂടി ഞാൻ വെച്ചേക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയാണ്. പിന്നെ അത് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്, കേശപ്പൻ്റെ ബോട്ടിലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല കുടിക്കാനും കുറച്ച് തണുത്തത് വേണമല്ലോ, മറ്റേ തിളച്ചിരിക്കുന്നുണ്ട് കുറച്ച് സമയം എടുക്കും, സ്റ്റീൽ കലത്തിലും കൂടിയല്ലേ തണുപ്പ് പോകാൻ. അപ്പോൾ കുറച്ചെടുത്ത് ഇങ്ങനെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അതേ കുക്കറൊക്കെ തുറന്ന് കേട്ടോ, നല്ല ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടതേ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിതിൽ ആ മസാലയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ടല്ലോ, ഇനിയിപ്പോൾ വേണ്ട. അങ്ങനെ എല്ലാം കൂടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച്, ഇതിപ്പോൾ കുറുകിയായിരിക്കുന്നത്, അപ്പോൾ ഇതിൽ ഇച്ചിരി ചാറ് വേണം. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ചൂടാക്കിയ വെള്ളം ഉണ്ടല്ലോ, ആ ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞതിനെ, സത്യം പറഞ്ഞാൽ ചേർത്ത് മല്ലിയില ഞാൻ ആദ്യമായിട്ടാണ് മുട്ടക്കറിക്ക് ചേർത്തത് കേട്ടോ. മല്ലിയില ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ മല്ലിയിലയുടെ ഒരു മണവും ടേസ്റ്റും ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, രേഷേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. പിന്നെ മുട്ട ഞാൻ ഇങ്ങനെ കീറിയിട്ടത്, അപ്പോൾ കേശപ്പന് കൊണ്ടുപോകാനുള്ള മുട്ട ഞാൻ അതിലിട്ടില്ലേ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കൊണ്ടുപോകാനുള്ള 2 ദോശയും കൂടി ഉണ്ടാക്കി കേട്ടോ, ഒരു കുഞ്ഞു ദോശയും ഒരു വലിയ ദോശയും കൂടി. പിന്നെ അതേ മുട്ടക്കറിയൊക്കെ എടുത്തിട്ട്, കറി ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മുട്ടയെല്ലാം കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പം വലുതായിട്ടിട്ടാൽ പിന്നെ അതിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം എടുത്താക്കിയൊക്കെ വെച്ചിട്ട് നേരെ പോയി കേശപ്പനെ വിളിച്ചൊക്കെ ഉണർത്താൻ പോവാണ് കേട്ടോ. അപ്പം വെള്ളമൊക്കെ തണുത്ത് പിന്നെ ആ വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ടൈം ടേബിൾ ഞാൻ എടുത്ത് വെക്കാമെന്നേ. പിന്നെ ഞാൻ എടുത്ത് വെച്ചില്ല, അവനെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ച്. പിന്നെ അവൻ തന്നെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഒരു ഉഷാറില്ല കേട്ടോ, ഒരു മൂഡ് ഓഫ് പോലെ. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എന്ത് സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ. അല്ലല്ല സ്കൂളിലൊക്കെ പോകണം, പിന്നെ എന്തുവാണെന്നറിയത്തില്ല, അപ്പോൾ രാവിലത്തെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കി എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളങ്ങ് ഉഷാറായി കേട്ടോ. ആദ്യം എന്തോ ഒരു മൂഡ് ഓഫ്, എനിക്കും തോന്നി ഇനി ഞാൻ വെറുതെ ചോദിച്ചു ഇനി പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ വിടണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേന് ഇല്ല പോകണം എന്നവന് സ്കൂളിലൊക്കെ പോകുമ്പോഴാണല്ലോ കൂടുതൽ കളിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അവനിഷ്ടം അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തോ ഇപ്പം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുന്നത് കൈ ഫുള്ള് കഴുത്തിൻ്റെ ബാക്ക് വരെ എത്തുന്നില്ലെന്ന്. അതായത് എന്നെ നേരത്തെ കെട്ടി പിടിക്കുമ്പോൾ കൈ ഫുള്ള് എത്തുന്നില്ല എന്ന് അവൻ പറയാമായിരുന്നു. ഇപ്പം എത്തുന്നുണ്ട്, അപ്പോൾ കഴുത്തിൽ എത്തുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പം നീ എന്നെ കൊല്ലാൻ തുടങ്ങുമെന്നൊക്കെ ചോദിച്ച് അവസാനം തിന്നാനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഒരു ദോശയും മുട്ടയും തിരിഞ്ഞിരിക്കുന്നത് കണ്ടോ, ആർക്കോ വേണ്ടി കഴിക്കും പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ തിന്ന് റെഡിയാക്കി പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഈ രാവിലത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാനും കാപ്പിയൊക്കെ കുടിക്കും. അപ്പോൾ കേശപ്പനാണ് ഗേറ്റ് തുറക്കൽ ഡ്യൂട്ടി, അപ്പോൾ അങ്ങനെ പോയി ഗേറ്റൊക്കെ തുറന്നു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.